ശ്രീ അലക്സ് ഒഴികയിൽ നേരത്തെ പി ഗഗാറിൻ തുടക്കത്തിൽ പി ഗഗാറിൻ പറഞ്ഞ ആ മെസ്സേജ്, അത് കഴിഞ്ഞ് ടി സിദ്ദിഖ് MLA പറഞ്ഞ എന്തെങ്കിലും അന്തർധാര ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് പറയുന്ന ആ സംശയം കിഫ എന്ന സംഘടനയ്ക്കടക്കം നേരെ ഉയരുന്ന സംശയങ്ങളാണോ? ആ സമരം കലുഷിതമാക്കാൻ നിങ്ങളടക്കം ഇടപെട്ടോ ശ്രീ അലക്സ് ഒഴികയിൽ? ശ്രീ ഹാഷ്മി, ആദ്യമേ തന്നെ പറയട്ടെ, ഇവിടെ ഇപ്പോൾ CPM-ന്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നുള്ള പ്രതിനിധികളാണുള്ളത്. ഇവർ രണ്ട് ടീമുകളും അതോടൊപ്പം BJP ചേർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. എന്തിനായിരുന്നു ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത്? ആർക്കെതിരെ എന്തിനു വേണ്ടിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്? കോൺഗ്രസ് വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന UDF-ന്റെ മുന്നണിയുടെ ഭാഗമാണ്. LDF കേരളം ഭരിക്കുന്നു, BJP ഇന്ത്യ ഭരിക്കുന്നു. ഇവർ ഈ കൊല്ലപ്പെട്ട പോളിനെതിരെയാണോ ഇവർ ഹർത്താൽ നടത്തിയത്? അതോ ഞങ്ങളുടെ ജീവഭയത്തിൽ പേടിച്ച് ജീവിക്കുന്ന വയനാട്ടിലെ ജനതയ്ക്കെതിരെയാണ് ഇവർ ഹർത്താൽ നടത്തിയത്? ഇവർ നടത്തിയ ഹർത്താൽ നാടകമായിരുന്നു. അതായത് വളരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത് തടയാനായിട്ട് ഈ മൂന്ന് പാർട്ടികളും കൂടെ പ്ലാൻ ചെയ്ത് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ആ ഹർത്താൽ, ആ തട്ടിപ്പിനെ വയനാട്ടിലെ പ്രബുദ്ധരായ ജനത അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ചവറ്റുകൊട്ടയിലിട്ടിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിൽ ടി സിദ്ദിഖും IC ബാലകൃഷ്ണൻ MLA-യും ആക്രമിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്ന് IC ബാലകൃഷ്ണൻ കിഫയുടെ പേരെടുത്ത് പറഞ്ഞു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ ഈ നാടകത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നിങ്ങൾ കിഫയുടെ അക്കൗണ്ടിൽ വെച്ചോ, ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ നാടകത്തിനെതിരെയാണ് ജനം പ്രതിഷേധിച്ചത്. എന്താ നാടകം? ഒറ്റ കാര്യം കൃത്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരാഴ്ച മുമ്പ് അജീഷിന്റെ മരണം നടന്നപ്പോൾ മാനന്തവാടിയിൽ ഇതിന് സമാനമായ രീതിയിൽ വളരെ വലിയ ജനക്കൂട്ടമുണ്ടായി. ഒരു 6 പോയിന്റുള്ള ഒരു കരാറിട്ടു. അതിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് 50 ലക്ഷം രൂപ കൊടുക്കും, അതിൽ 10 ലക്ഷം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ് ബാക്കി 40 ലക്ഷം കൊടുക്കാൻ ശുപാർശ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ 3 പേര്, ഈ പറയുന്ന നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, കേളു, 3 MLA-മാർ പങ്കെടുത്തു. ആ ചർച്ചയിൽ ഈ 40 ലക്ഷത്തെ പറ്റി എന്തെങ്കിലും ചർച്ചയുണ്ടായോ? അതിനെപ്പറ്റി യാതൊരു തീരുമാനം വന്നിട്ടില്ലല്ലോ. ഒരു CCF-നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതുപോലെ PCCF-ന്റെ അധികാരം CCF-ന് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, 3 RRT ടീം ഉണ്ടാക്കുന്നതിനെ പറഞ്ഞു. ഈ പറഞ്ഞ അജീഷിന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന കരാറിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ പറ്റി ആ ചർച്ചയിൽ ഉന്നയിക്കാൻ ഈ പറഞ്ഞ സിദ്ദിഖ് അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് പറ്റിയോ? ജോലി കൊടുക്കുന്ന കാര്യത്തെ പറ്റി ചർച്ച വന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി യാതൊരു ചർച്ചയുമില്ല. അപ്പോൾ അത് ഞങ്ങൾ വിഡ്ഢികളാക്കപ്പെട്ടു എന്ന് വയനാട് ജനതയ്ക്ക് ബോധ്യം വന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് പോളിന്റെ കേസിൽ ചർച്ച നടക്കുന്നത്. അതേ തീരുമാനങ്ങൾ ഞാൻ ഇതിന്റെ എൻ്റെ കയ്യിൽ ആ ഒരു കടലാസ് ഉണ്ട്. അതായത് 40 ലക്ഷം രൂപയിൽ 50 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ ഉടനെ കൈമാറുന്നതും ബാക്കി വന്ന 40 ലക്ഷം രൂപ കുടുംബത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ചയുടെ തീരുമാനമായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ശുപാർശയാണല്ലോ അജീഷിന്റെ കാര്യത്തിൽ ഉണ്ടായത്. എന്നിട്ട് ആ ശുപാർശയിൽ എന്താ സംഭവിച്ചത്? അതിൽ ഫോളോ അപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത നട്ടലില്ലാത്ത രാഷ്ട്രീയ പ്രതിഷേധം ഉണ്ടായത്. അതാ സിദ്ദിഖ് പറയട്ടെ. അല്ല, സിദ്ദിഖ് പറയട്ടെ. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളല്ലോ. സിദ്ദിഖല്ലേ ഇതിനകത്ത് പങ്കെടുത്ത ആള്. സിദ്ദിഖ് പറയട്ടെ ചർച്ച കൊടുത്തു. അതൊന്ന് എനിക്ക് കുറച്ചുകൂടെ സമയം തരണം ഹാഷ്മി. ഇതിൽ ഇന്നത്തെ നടന്ന ചർച്ചയിൽ 6ാമത്തെ ഒരു പോയിന്റ്, അതാണ് ഏറ്റവും രസകരം. പ്രശ്നക്കാരൻ എന്ന് ചർച്ചയിൽ ഉന്നയിച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കും. ഈ ആനയെ നിരീക്ഷിക്കാനും അതിന്റെ ആനയുടെ പുറകെ ഓടിക്കൊണ്ടിരുന്ന വാച്ചറാണ് കൊല്ലപ്പെട്ടത്. ആ വാച്ചർ കൊല്ലപ്പെട്ട ആ വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ പറയാം ആനയെ ഞങ്ങൾ വീണ്ടും നിരീക്ഷിക്കുന്നു. ഇവരൊക്കെ സുബോധത്തോടു കൂടി തന്നെയാണോ എൻ്റെ പൊന്ന് ഹാഷ്മി ചർച്ചയിൽ പങ്കെടുക്കുന്നത്? എന്ത് വൃത്തികേടാ എഴുതി വെച്ചിരിക്കുന്നത്? ആ ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് ഉടണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇത് സെക്ഷൻ 11(1)A പ്രകാരം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവിടാലോ, കളക്ടർക്ക് ഉത്തരവിടാലോ. CRPC 133(1)F പ്രകാരം മുഖ്യമന്ത്രി മിനിഞ്ഞാന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞല്ലോ കളക്ടർ ഉത്തരവ് അധികാരം പ്രയോഗിക്കണമെന്ന്. പിന്നെ എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ കൃത്യമായിട്ട് ഈ അജീഷിന്റെ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഉന്നയിച്ച ഫസ്റ്റ് ഡിമാൻഡ് ആനയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള. അജീഷിന്റെ കാര്യത്തിൽ ആ മോഴയാനയുടെ പുറകിൽ 8 ദിവസമായി 250-300 ഫോറസ്റ്റുകാർ ഡാൻസ് കളിക്കുന്നു. അത് കർണാടകയിൽ ആളെ കൊന്നിട്ടുണ്ട്, കേരളത്തിൽ കൊന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ക്രിമിനൽ, അതായത് ആളെ കൊന്ന പശ്ചാത്തലമുള്ള ആനയെ അതിനെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ നിയമമുണ്ട്. ഇതിന് കേന്ദ്രത്തിലേക്ക് വഴിയാറിയിട്ട് കാര്യമില്ല, കേന്ദ്രത്തിലേക്ക് കത്തെഴുതിയിട്ട് കാര്യമില്ല. നിലവിൽ നിയമത്തിലുള്ള പ്രൊവിഷൻ ഉപയോഗിക്കാൻ നട്ടലില്ലാത്ത ആർജവുമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം വയനാട്ടിലും കേരളത്തിലും ഉള്ളത്. അതിനെതിരെ പ്രതിഷേധം വന്നത് അത് കിഫ സംഘടിപ്പിച്ചാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. നിങ്ങൾ കേസെടുക്ക്. നിങ്ങളുടെ നാടകത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ നിങ്ങൾ കേസെടുത്തെങ്കിൽ മുക്കിക്കയറ്റാനാണെങ്കിൽ നിങ്ങൾ കേസെടുക്കുന്നേ, നമുക്ക് നോക്കാം. കോടതിയൊക്കെ ഒരുപാട് കണ്ടിട്ട് തന്നെയുണ്ട് കിഫ. നിങ്ങൾ കണ്ടിരിക്കാൻ കൂടുതൽ കോടതി കണ്ടിട്ടുണ്ട് കിഫ. നിങ്ങൾ കേസെടുക്ക്. കേസ് നേരിടാൻ ചങ്കൂറ്റുള്ളവർ തന്നെ പ്രതിഷേധിച്ചത്. ഇനിയും പ്രതിഷേധം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ നാടകം ഉണ്ടല്ലോ, ഈ പറഞ്ഞ നാടകം സിദ്ദിഖിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞിരിക്കുന്ന 11 പോയിന്റുകളിൽ വെറും വൃത്തികേടല്ല എന്ന് സിദ്ദിഖിന് പറയാൻ പറ്റുമോ? എന്ത് അസംബന്ധം നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ആനയെ നിരീക്ഷിക്കാൻ ആളെ ഏർപ്പാടാക്കുന്നു. നിരീക്ഷിക്കാൻ പോയ ആളാണ് കൊല്ലപ്പെട്ടത്. എന്നിട്ട് അയാളുടെ മരണവുമായി നടന്ന ചർച്ചയിൽ നിങ്ങൾ പറയാം വീണ്ടും നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കുന്നു. എന്നിട്ട് ഈ ഒരു പരിഹാരവുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പും ഉണ്ടോ സിദ്ദിഖേ?
നിങ്ങൾ പ്രതിപക്ഷ എംഎൽഎമാരല്ലേ? ഇല്ല, പക്ഷേ സിദ്ദിഖ് മാനന്തവാടിയിൽ ആർ കേളു അദ്ദേഹം അല്ല, സിദ്ദിഖ് ഒരു തിരക്ക് ആയത് കാരണം അതേ പോയി. അതാണ് നേർക്കുന്ന ചോദിച്ചാൽ മറുപടി പറയാൻ സിദ്ദിഖ് തൽക്കാലം ഇല്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം ഞാൻ അങ്ങനെയൊക്കെ എത്താം ഞാൻ അങ്ങനെയൊക്കെ എത്താം അലക്സ്. ഇപ്പോൾ 250 പേര് 8 ദിവസം എന്ന് പറയുമ്പോൾ 250 പേർക്ക് ഒരു ദിവസം ഒരാൾക്ക് 1000 രൂപ എന്നൊരു ഓട്ടക്കണക്ക് കൂട്ടിയാലും 1000 രൂപയുള്ള 3 നേരം ഭക്ഷണം അടക്കം 1000 രൂപ കൂട്ടിയാലും ഒരു ദിവസം 2.5 ലക്ഷം രൂപ അല്ലേ? അങ്ങനെ ഇൻറ്റു 8 കൂട്ടി നോക്കുക കേട്ടോ. വേലൂർ മക്കനയ്ക്ക് പിന്നാലെ ഉള്ള ചെലവ് പോട്ടെ. എത്ര അതെ എന്നും അത് മാത്രമല്ല ഹാഷ്മി, ചെലവ് മാത്രമല്ല, ഈ ആന ഈ ഫോറസ്റ്റുകാരെ ചാർജ് ചെയ്യുന്ന എത്രയോ വീഡിയോസ് വന്നു. ആ ആന ഇവരെ ഇതിന് പുറകെ പോകുന്ന ഫോറസ്റ്റുകാർ മനുഷ്യരല്ലേ? അവരെ ചാർജ് ചെയ്ത് ആക്രമിച്ച് കൊന്നു കഴിഞ്ഞാൽ അവർക്ക് വെടിവെക്കാൻ പോലും ഉത്തരവില്ല. സ്വന്തം പിടിച്ചിട്ടാണ് ഈ ആനയുടെ പുറകെ പോകുന്നത്. ഏതെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെ സംഗതി ഉണ്ടോ?